കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സ്കിൻ കെയർ, സ്കിൻ ബ്രൈറ്റനിങ്, അതുപോലെ സ്കിൻ ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, ഏത് സ്കിൻ ടൈപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ. സോ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ജംറിനാണ്. ഡോക്ടർ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ്. സോ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഹായ് ഡോക്ടർ. ഹായ്. ഹായ്. ഓക്കെ, അപ്പം മാം എന്തുകൊണ്ടാണ് കോസ്മെറ്റോളജി ചൂസ് ചെയ്തത്? കോസ്മെറ്റോളജി ഞാൻ സത്യത്തിൽ ഒരു ആക്സിഡൻ്റലി ചൂസ് ചെയ്തൊരു ഫീൽഡായിരുന്നു. എൻ്റെ ഒരു മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 years ഗ്യാപ്പ് എടുത്തു. അപ്പോൾ അതിനുശേഷം വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്സിഡൻ്റലി എത്തിപ്പെട്ടൊരു ഫീൽഡാണ്. പക്ഷേ അതിനുശേഷം വരുന്ന ആ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ബോധപൂർവ്വം സെലക്ട് ചെയ്തൊരു ഫീൽഡായിരുന്നു. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എവിടെയൊക്കെയോ തെറ്റുകളുണ്ട്, അതൊന്ന് തിരുത്താൻ കഴിയുകയാണെങ്കിൽ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫ്ലുവൻസിങ് ഫീൽഡിലോട്ട് എത്തിയത്. അതായത് ഞാൻ കോസ്മെറ്റോളജി ഒക്കെ പഠിച്ചിറങ്ങിയ കാലത്തായിരുന്നു നമ്മൾ ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇപ്പം നമ്മൾ ഏതൊരു ഫാൻസി ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അവർ ക്യാഷ് കൗണ്ടറിൻ്റെ സൈഡിലുണ്ടായിട്ടുള്ളത് പല ബ്രാൻഡ്സിൻ്റെയും, അതും കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെ വിത്തിൻ 7 days കൊണ്ടൊക്കെ വൈറ്റനിങ് വരുന്ന ഒരുപാട് ക്രീംസുകൾ അവൈലബിൾ ആയിരുന്നു. ഫെയർനെസ് ഒബ്സഷൻ വളരെ കൂടുതലായ ഒരു ടൈമായിരുന്നു, ഒരു 3-4 years ബാക്ക് എന്ന് പറയുന്നത്. സ്റ്റിൽ അതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ അവെയർ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും എല്ലാവരും ഇതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ എനിക്കതൊരിക്കലും സ്കിൻ ഫെയർ ചെയ്യുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വേണ്ട, നമ്മൾ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതാരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ എനിക്ക് തോന്നിയൊരു ഒരു തിങ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ, അതായത് സേഫസ്റ്റ് ആയിട്ടും നമുക്ക് സ്കിൻ വൈറ്റനിങ് ഓപ്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത്. റീസെൻ്റ്ലി ഇപ്പോൾ ഏതൊരു ക്രീംസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം ക്രീംസൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പോലും അറിയില്ല, അവരതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഹെൽത്തിനെ കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ലാതെ സ്കിന്ന് പെട്ടെന്ന് വെളുക്കുക, ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ സ്റ്റിൽ ദെയർ ആർ സേഫസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? സേഫസ്റ്റ് മെത്തേഡ്സ് ഇൻ ദ കേസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളതാണ്. സോ നമ്മൾ സ്കിൻ ടൈപ്പ് ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 hour കഴിഞ്ഞാൽ ചെറിയൊരു കുറച്ച് ഓയിലി ഒരു ഗ്ലേസിങ് എഫക്റ്റ് വരും. അതിന് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇച്ചിങ്, സ്കിൻ ഒന്ന് ടൈറ്റ് ആയിട്ട് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു, വെളിയുന്ന പോലെ തോന്നുന്നു. അതാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അല്ല കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടീ സോൺ ഏരിയയിൽ കുറച്ച് ഷൈനിങ് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ മുമ്പേ നമ്മൾ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. നല്ല ഹെൽത്തി ഫുഡ്, ജ്യൂസസ്, നല്ല ഫ്രഷ് ജ്യൂസ്, വെജിറ്റബിൾസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം സ്കിൻ കെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിൽ നമ്മളെപ്പോഴും ക്രീം ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം ഈ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ പിന്നെ വരുന്നൊരു കൺസേൺ ആണ് സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ എന്താണെന്ന് വെച്ചാൽ, സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നത് എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ തിങ് ഈസ് ദാറ്റ് ശരിയാണ്, നമ്മൾ എന്താണെന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ടാൻ ഉണ്ട്, പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്, എല്ലാം നോർമലാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഇതൊരു ഇഷ്യൂ ആണെന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്രോബ്ലം തന്നെയാണ്. അത് അയാളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അത് നമ്മൾ വേറെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അതെന്തോ വലിയ തെറ്റാണ്, അവരൊരു കൺസേൺ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് അയാൾക്ക് പ്രോബ്ലമായി തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്കിൻ വൈറ്റനിങ്. ഒരിക്കലും സ്കിൻ വൈറ്റനിങ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, സ്കിൻ കുറച്ച് ഹെൽത്തി ആയിരിക്കുക, നമുക്ക് വേണ്ട നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കുക, ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. സോ സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന കാര്യം ഗ്ലൂട്ടാഥയോൺ ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഗ്ലൂട്ടാഥയോൺ, കൊളാജൻ. ഓക്കെ, എന്താണ് ഗ്ലൂട്ടാഥയോണിനെ കുറിച്ച്? ലൈക്ക് അതൊരു ഇൻടേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട്, IV ആയിട്ട്, അതേപോലെ തന്നെ സെറം, ക്രീമായിട്ടൊക്കെ വരുന്നുണ്ട്. ഏതാണ് ബെറ്റർ? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂട്ടാഥയോൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഒരു
തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല. ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാതൈൻ എന്തൊരു മിറാക്കിൾ സംഭവമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെളുക്കും, അല്ലെങ്കിൽ കളറൊക്കെ ആകെ മാറും. നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ തിളങ്ങുന്ന പോലെ സ്കിന്നൊക്കെ തിളങ്ങും, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിസിബിൾ റിസൾട്ട് കാണുന്നുണ്ട്. കുറച്ചു കാലം മുന്നേ ഉള്ള അവരുടെ പിക്ചേഴ്സും ഇപ്പോൾ ഉള്ളതും നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് അറിയാനുണ്ട്. ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് ചേഞ്ചസ് വരാൻ കാരണം ഒരിക്കലും ഗ്ലൂട്ടാതൈൻ ഒറ്റയ്ക്കല്ല. ഗ്ലൂട്ടാതൈൻ കൊണ്ട് കൂടെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറേ സ്കിൻ കെയർ, അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് റൂട്ടീൻ പോകുമ്പോൾ നമ്മുടെ ഫുഡായിട്ട് എക്സസൈസ്, ഇതൊക്കെ ഒരു വലിയ ഘടകമാണ്. ഒരിക്കലും അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഈ ഗ്ലൂട്ടാതൈൻ എന്നൊരു ഫാക്ടർ മാത്രമാണ്. ഗ്ലൂട്ടാതൈൻ നമ്മളെ ലിവറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അമൈനോ ആസിഡാണ്. സോ ഗ്ലൂട്ടാതൈൻ നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഏജ്, അതുപോലെ നമ്മുടെ സ്ട്രെസ്, നമ്മളെ ഒരു ജീവിത ശൈലി അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്കൊരു എക്സ്റ്റേണൽ ഇൻടേക്ക് എന്നൊരു ആവശ്യം വരുന്നത് ഗ്ലൂട്ടാതൈന്. ഈ എക്സ്റ്റേണൽ ഇൻടേക്കിന് തന്നെ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് IV ഇൻട്രാവീനസ് വഴി ഡയറക്റ്റ്ലി നമുക്ക് ഗ്ലൂട്ടാതൈൻ ഇൻടേക്ക് ഉണ്ട്, ടാബ്ലറ്റ്സ് വഴിയുണ്ട്, അതുപോലെ സെറം, അതുപോലെ ക്രീംസ് വഴിയൊക്കെ നമുക്ക് ഗ്ലൂട്ടാതൈൻ ഇൻടേക്ക് ഉണ്ട്. ഇതിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്നത് ഡെഫിനറ്റ്ലി IV ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടാബ്ലറ്റ് ഫോമാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കുന്നത്. ടാബ്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു 6 to 12 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു വിസിബിൾ ചേഞ്ചസ് വന്നു തുടങ്ങുന്നത്. അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ഫുഡായിട്ടും എക്സസൈസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ് അങ്ങനത്തെ ഒരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ബ്രാൻഡ്സ് അവൈലബിൾ ആണല്ലോ. നമുക്ക് പർപ്പിൾ, നൈക്ക, മൈഗ്ലാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്രാൻഡ്സും അതിൽ തന്നെ ഒരുപാട് പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഒരു ഗ്ലൂട്ടാതൈൻ ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ആയിട്ടോ ഇതിലേക്ക് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാമോ? ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാതൈൻ ബ്രാൻഡ്. എനിക്ക് അവരുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. മെയിൻലി അവർ ഒപ്പിറ്റാക് ജപ്പാനീസ് ഗ്ലൂട്ടാതൈൻ ആണ് വരുന്നത്. ഇനി ഈ ഗ്ലൂട്ടാതൈൻ്റെ ഒരു ടിപ്പാണ്, നമ്മൾ ഗ്ലൂട്ടാതൈൻ ഇൻടേക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിന് കൂടെ വൈറ്റമിൻ C ടാബ്ലറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴാണ് ഈ ഗ്ലൂട്ടാതൈൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ബ്രാൻഡിലാണെങ്കിൽ അവർ ഓൾറെഡി ഗ്ലൂട്ടാതൈനും വൈറ്റമിൻ Cയും കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഇൻടേക്കിൽ ഇത് രണ്ടും ഇൻടേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഷുഗർലെസ് ആണ്, കെമിക്കൽസ് ഒന്നും അധികം ഇല്ല. സോ സംവാട്ട് ഒരു സേഫർ സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കൺസ്യൂം ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഈ ഒരു ടാബ്ലറ്റ് ഇടുക, ജസ്റ്റ് ഒരു പോപ്പ് ഫിസ് എഫക്റ്റിൽ നമുക്ക് ഡ്രിങ്ക് പോലെ ഇത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. സേഫറാണെന്ന് നമ്മൾ പറയുമ്പോഴും കുറച്ച് ആളുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കാണ് അത് ഉപയോഗിക്കാൻ പറ്റാത്തത്? മെയിൻലി പ്രഗ്നൻറ്റ് ലേഡീസിന്, അതുപോലെ ലാക്ടേറ്റിംഗ് വുമൻസ് ഒക്കെ ഗ്ലൂട്ടാതൈൻ ഇൻടേക്ക് ഇല്ലാതാവുന്നതാണ് നല്ലത്. എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അവർക്കാണ് മെയിൻ കോൺട്രാഇൻഡിക്കേഷൻ വരുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും ആ ഒരു മെഡിക്കൽ ഗൈഡൻസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്തു പോകുന്നവർക്ക് തന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും എഫോർഡ് ചെയ്യാൻ പറ്റിയൊരു തിങ്ങാണ് ഹോം റെമഡി. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹോം റെമഡീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പപ്പായ, ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് ഏറ്റവും നല്ലത്. അതല്ല ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മുൾട്ടാണി മിറ്റിൻ്റെ ഫേസ് പാക്കാണ് നല്ലത്. മുൾട്ടാണി മിറ്റി, ഹണി, നോർമൽ റോസ് വാട്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഫേസ് പാക്കാണ് ഏറ്റവും നല്ലത്. ഇതാണെങ്കിൽ ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുക. ഇതിനൊക്കെ മെയിൻ തിങ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഹോം റെമഡീസ് ചെയ്യുന്നു, പല വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കുന്നു, ഒരുപാട് സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ബേസിക് ആയിട്ട് വേറൊരു കാര്യം, നമ്മൾ സൺസ്ക്രീൻ എന്നൊരു സംഭവം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയൊരു മെഡിസിൻ എന്ന് പറയുന്നത്. സൺസ്ക്രീനിനെ കുറിച്ചൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഓൾറെഡി. യൂസ് ചെയ്താലും ക്യാൻസർ വരും, ചെയ്തില്ലെങ്കിലും വരും. സോ അങ്ങനെ ഒരു ടോക്ക് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, സൺസ്ക്രീൻസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ SPF 30 അല്ലെങ്കിൽ SPF 50+ ഉള്ള സൺസ്ക്രീൻസ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ എല്ലാവരും മെയിൻ ഒരു കൺസേൺ ആണ് പിഗ്മെൻറ്റേഷൻ വന്നു, ടാൻ വന്നു എന്നുള്ളത്. അത് എത്ര ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും എത്ര മുതിർന്നവരാണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ ഫേസ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു മെഡിസിൻ, ഇപ്പം നമ്മളാണെങ്കിലും ടാൻ മുഖത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന ടാൻ ക്രീംസ് ഏതാണെന്ന് സെർച്ച് ചെയ്യുക. പക്ഷേ അതിനൊക്കെ ഉപരി ഏതാണ് ബെസ്റ്റ് സൺസ്ക്രീൻ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം.
അതെല്ലാവരും മിസ് ഔട്ട് ചെയ്യുന്നതാണ് ആ ഒരു സൺസ്ക്രീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാൻ നമ്മൾ മുഖത്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 14 days കൊണ്ട് ആ ടാൻ പോവും. അത് ഒന്നും തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നാച്ചുറലി നമ്മുടെ ടാൻ പോവും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതേ സ്പോട്ടിൽ വീണ്ടും വീണ്ടും സൺ എക്സ്പോഷർ വരുമ്പോഴാണ് ആ ഒരു പെർമനൻറ്റ് സ്കിൻ ഡാമേജ് വരുന്നതും ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡാമേജ് വരുന്നത്, പിഗ്മെൻറ്റേഷൻ ആ ഒരു കണ്ടീഷനിലോട്ട് മാറുന്നത്. അവിടെയാണ് ഈ സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സൺ എക്സ്പോഷറിന് വരുന്ന ഹാംഫുൾ റേഡിയേഷൻസ് ഒക്കെ തടഞ്ഞിട്ട് നമ്മൾ ഒരു ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷൻസ് ഇതെല്ലാം കുറക്കാൻ പറ്റുന്നത്. അതാണ് നമ്മൾ സൺസ്ക്രീനാണ് ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2 hours ഓഫനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നു. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ ഒരു SPF 30+ ഒക്കെ മതി. അതാകുമ്പോൾ നമുക്ക് 2 hours റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഒന്ന് റീഅപ്ലൈ ചെയ്യാം, ആ ഒരു തിങ് മതി. അതല്ല പുറത്താണ് ഒരു ഫീൽഡ് വർക്കൊക്കെയാണ് നന്നായിട്ട് സൺ എക്സ്പോഷർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SPF 50+ യൂസ് ചെയ്യണം. അതിനൊപ്പം തന്നെ 2 hours കൂടുമ്പോൾ ഇത് റീഅപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ മാത്രമല്ല, പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുടയൊക്കെ ഉപയോഗിക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ കുറക്കാൻ മാക്സിമം നോക്കുക. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമുക്ക് പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാം. സോ ചില ആളുകൾക്ക് മോസ്റ്റ്ലി നമുക്കൊരു അറൗണ്ട് മൗത്ത് ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, ലിപ്പ് ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയിരിക്കും. അതേപോലെ കൺസേണുള്ളൊരു സംഭവമാണ് നമ്മുടെ നീല് വരുന്ന പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻസ് ഒക്കെ. ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ? അതൊരു സൊല്യൂഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ അതിനുപരി നമ്മളൊരു ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത് കുറച്ച് പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യതയില്ല സ്കിൻ ടോൺ ആണ്. പൺറാംസിലാണെന്നുണ്ടെങ്കിലും അറൗണ്ട് ദി മൗത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ആ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് തീർച്ചയായിട്ടും ക്യൂറബിൾ ആണ്. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറബിൾ ആണ്. ഫസ്റ്റ് തിങ് അറൗണ്ട് ദി മൗത്ത് എന്ന് പറയുന്നത്, അറൗണ്ട് ദി മൗത്ത് മേ ബി മിക്കവാറും ഗേൾസിൻ്റെ ഒരു സ്വഭാവമാണ് സ്വെറ്റിംഗ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെ തുടക്കുന്ന വൈപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്യുമ്പോൾ ആ ഫ്രിക്ഷൻ എഫക്റ്റ് കാരണം അറൗണ്ട് ദി മൗത്ത് മേ ബി പിഗ്മെൻറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് എപ്പോഴും ഇപ്പോൾ ആരാണെങ്കിലും ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങില്ല അല്ലേ. അപ്പോൾ എന്തായാലും ലിപ്സ്റ്റിക്കിൻ്റെ കണ്ടിന്യൂസ് യൂസ്, ഇപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്, മാറ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ലിപ്പിൽ വരുന്ന പിഗ്മെൻറ്റേഷൻസ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ലിപ് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ലിപ് ബാം ഫസ്റ്റ് യൂസ് ചെയ്യാന്നുള്ളത്. SPF അടങ്ങിയിരിക്കുന്ന ലിപ് ബാം ഫസ്റ്റ് യൂസ് ചെയ്ത് അതിന് ശേഷം നമ്മൾ മാറ്റായിട്ടും ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാതെ നമ്മൾ ലിപ് ടിൻറ്റുകൾ യൂസ് ചെയ്യുക. അതാണ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഈ ഒരു ലിപ് പിഗ്മെൻറ്റേഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് കുറക്കാം. പിന്നെ അതുപോലെ വീക്ക്ലി ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക ലിപ്പ്, ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് യൂസ് ചെയ്യാം. ഒരു ഹോം റെമഡി ആയിട്ട് ഹോം റെമഡി കൊണ്ടൊന്നും ലിപ് പിഗ്മെൻറ്റേഷൻസ് മാറില്ല. ഒരുപാട് പേരുണ്ട് നാരങ്ങ എടുത്തിട്ട് ലിപ്പിൽ തേക്കുന്ന ഒരു പ്രവണത ഉണ്ട്. പക്ഷെ അത് തികച്ചും തെറ്റായൊരു സംഭവമാണ്. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാലും മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ലിപ്പിൽ. മെയിൻലി ഞാനിത് പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക്, സ്മോക്കിംഗ് ഉള്ളവർക്ക് പ്രശ്നം വരാറുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ഉള്ളവർ എന്തായാലും ലിപ് പിഗ്മെൻറ്റേഷൻ വരും. അത് അവർ സ്റ്റോപ്പ് ചെയ്യാതെ ഒരിക്കലും അത് മാറില്ല. അതിന് നാരങ്ങ തേച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന റൂട്ട് കോസാണ് ഫസ്റ്റ് കണ്ടെത്തേണ്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റവും തന്നെ എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ബേസിൽ പറയുകയാണെങ്കിൽ ലിപ് മൈക്രോ പിഗ്മെൻറ്റേഷൻ എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നല്ല എഫക്റ്റീവാണ്. ഒരു 2 to 3 സിറ്റിങ്സ് കൊണ്ട് തന്നെ നമുക്ക് ആ പിഗ്മെൻറ്റേഷൻസ് ഒരുപാട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ. അത് ഭയങ്കര കൺസേൺ ആണ്. നമുക്ക് ഗേൾസിനാണ് മെയിൻ കൺസേൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും മെയിനായിട്ട് നമ്മളവിടെ ഹൈഡ്രേഷൻ എന്നൊരു ഫാക്ടറാണ് വരുന്നത് ആ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ അണ്ടർ ആം പിഗ്മെൻറ്റേഷന് സ്പെസിഫിക് ആയിട്ട് ഏത് ക്രീം യൂസ് ചെയ്തതിനേക്കാൾ നല്ലത് ഏതൊരു മോയ്സ്ചറൈസർ, നമ്മൾ വീട്ടിലിരിക്കുന്ന ഏത് മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും അത് ഒരു ഡെയിലി ബേസിസിൽ ഒരു 2 to 3 times അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ തന്നെ ഒരു പരിധി വരെ ഈ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ നമുക്ക് മാറാൻ കഴിയും. അതിന് ഞാൻ റൂട്ടീനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നോർമൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ക്യാരറ്റ് ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ ടൈം കൊടുക്കും. ഒരു 15 hours അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മുൾട്ടാനി മിട്ടി യൂസ് ചെയ്തിട്ട് അവിടെ മുൾട്ടാനി മിട്ടിയില്ലേ അത് നമുക്ക് പാക്കായിട്ട് ഒരു 5 to 10 minutes അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുക. എന്നിട്ട് നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു 1 month യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മൾ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഡു ദാറ്റ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ക്യൂറബിൾ കണ്ടീഷൻ അല്ലല്ലോ. പക്ഷെ ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
ശരിയാണ്. നമ്മൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്തു ഒരു ഇത്ര മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. പെർമനന്റ് ആയിട്ട് ആർക്കും ലൈഫിലും സ്കിൻ കെയർ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ തിങ് ഈസ് ദാറ്റ് നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ ആൻറ്റി ഏജിങ് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരുപാട് മാറ്റം കാരണം സ്കിന്നിൽ മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ സ്കിൻ പൊല്യൂട്ടൻസിന് അതുപോലെ സൺ എക്സ്പോഷറൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആണ്. നമ്മുടെ സ്കിൻ എപ്പോഴും ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. അതുപോലെ ലൈഫിൽ വരുന്ന സ്ട്രെസ്സ് ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ സ്കിൻ കെയർ ഒരുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് എല്ലാവർക്കും വരുന്ന പ്രശ്നം. അല്ലെങ്കിൽ ഒരു 1 മന്ത് യൂസ് ചെയ്യും, നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും അവർ. പക്ഷേ അതല്ല, ചിലപ്പോൾ ഒരു മിനിമം ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും മിനിമം 3 മന്ത്സ് യൂസ് ചെയ്യുമ്പോഴാണ് മൈൽഡായിട്ടുള്ള ചേഞ്ചസ് വന്നു തുടങ്ങുന്നത്. അതല്ലാതെ ഒരാഴ്ച യൂസ് ചെയ്തു മാറ്റം വന്നില്ലല്ലോ, ഒരു മാസം യൂസ് ചെയ്തു മാറ്റം വന്നില്ല, അവരത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവർക്ക് ആ ഒരു സ്കിൻ കെയർ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറിന് ഒരുപാട് കുറ്റങ്ങളുണ്ടാവും, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത ആൾക്കാരുടെ കുറ്റമായിരിക്കും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മിനിമം 3 മന്ത്സ് യൂസ് ചെയ്യുമ്പോൾ മൈൽഡ് ചേഞ്ചസ് വരും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു പെർമനൻറ്റ് റിസൾട്ടിലോട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ കൺസേൺ ഉള്ളൊരു കാര്യമാണ് ഹെയർ കെയർ. ലൈക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് മിനോക്സിഡിൽ, റോസ്മേരി വാട്ടർ, റോസ്മേരി ഓയിലൊക്കെ. അതൊക്കെ എത്രത്തോളം എഫക്റ്റീവാണ്? അതേപോലെ മിനോക്സിഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെർമ റോളർ, ഇത്രയുമാണ് ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് ട്രെൻഡായിട്ടുള്ളത്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെയർ ഫോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ റൂട്ട് കോസ് ആണ്. അതല്ലാതെ നമ്മൾ മിനോക്സിഡിലോ റോസ്മേരി ഓയിലോ ഡെർമ റോളറോ എത്ര തവണ യൂസ് ചെയ്താലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ലാസ്റ്റ് മുടി ഉണ്ടാവില്ല തലയിൽ, കാരണം അത് കൊഴിഞ്ഞു പോകും, പിന്നെ റിസൾട്ട് വരില്ല. സോ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മേ ബി ഇപ്പോൾ ജെൻസിനാണെങ്കിൽ ഒരുപാട് ഹെറിഡിറ്ററി ഇഷ്യൂസ് കാരണം സ്ട്രെസ്സ്, അതുപോലെ അവരുടെ ആൽക്കഹോളിക് സ്മോക്കിംഗ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതാണ് ജെൻസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ലേഡീസിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ തൈറോയിഡ്, ഹോർമോണൽ ഇഷ്യൂസൊക്കെ ആയിരിക്കും മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ആ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഹെയർ ഫോളിലൊരു കുറച്ചെങ്കിലും മാറ്റം വന്നു തുടങ്ങുന്നത് അപ്പോഴാണ്. എന്നിട്ടാണ് നമ്മൾ ഈ മിനോക്സിലും റോസ്മേരി ഓയിലൊക്കെ യൂസ് ചെയ്യേണ്ടത്. റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് 2% മിനോക്സിഡിലിന് ഈക്വലാണ് റോസ്മേരി ഓയിൽ എന്നാണ്. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി മിനോക്സിലും റോസ്മേരി ഓയിലൊക്കെ ഹെയർ ഫോളിന് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ തിങ് ഈസ് ദാറ്റ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, കറക്റ്റായിട്ടുള്ള റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തണം. അതിനൊക്കെ പുറമെ നമ്മൾ ഇൻറ്റേർണൽ ഹെൽത്ത് നന്നായിരിക്കണം, ഇൻറ്റേർണൽ ഡയറ്റ് നന്നായിരിക്കണം. ഇതൊക്കെയാണ് ഹെയറിൻ്റെ കാര്യത്തിൽ. പിന്നെ മെയിൻലി ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. കെരാട്ടിൻ, സ്മൂത്തനിങ്, ബോട്ടോക്സ്. മിക്കവാറും ഹെയർ ഫോളൊക്കെ വരുമ്പോൾ ആദ്യം പോയി അതൊക്കെ ചെയ്യും. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ സലൂണിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരുപാട് കെമിക്കൽ എക്സ്പോഷർ വരുമ്പോഴും ഹെയർ ഫോൾ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എപ്പോഴും നമ്മൾ ഹെയർ ഫോളൊക്കെ വരുമ്പോൾ മാക്സിമം നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതല്ലാതെ സലൂൺ ബേസ്ഡ് ഒക്കെ പോയിട്ട് ഒരുപാട് കെമിക്കൽ സ്പാ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുത്താൽ ആ ഹെയർ ഫോൾ വരില്ല. അതുപോലെ തന്നെ ഷാംപൂസ് യൂസ് ചെയ്യുക. ഷാംപൂസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഡെയിലി ഷാംപൂസ് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ആഴ്ചയിലാണോ, എങ്ങനെയാണ് ഈ ഷാംപൂസ് യൂസ് ചെയ്യേണ്ടത്? മെയിൻലി എന്താ, നമ്മൾ ഡെയിലി ബേസിസിൽ നല്ല ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ ഷാംപൂ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വാക്സിങ് ആണോ, റേസർ യൂസ് ചെയ്യുന്നതാണോ, ലേസർ ട്രീറ്റ്മെൻ്റ് ആണോ, എന്താണ് നല്ലത്, അതൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്? ഹെയർ റിമൂവൽ എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും പെർമനൻ്റ് ആയിട്ട് വരുന്നത് ഡെഫിനറ്റ്ലി ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നല്ലത്. പിന്നെ എല്ലാവരുടെയും ഒരു വിചാരം നമ്മൾ റേസർ യൂസ് ചെയ്ത് ഹെയർ കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിട്ട് വരും, അതിന് ഒരുപാട് ഹെയർ വരുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. റേസർ യൂസ് ചെയ്യുമ്പോൾ ആ സൂപ്പർഫിഷ്യൽ പാർട്ടിലുള്ള ഹെയർ മാത്രമേ കട്ട് ഓഫ് ആയി പോകുന്നുള്ളൂ. അത് കാരണം എക്സ്ട്രാ ഹെയർ വരികയോ അല്ലെങ്കിൽ അത് കാരണം ഉള്ള ഹെയർ പോവുകയോ അങ്ങനെയൊന്നുമില്ല. അത് തികച്ചൊരു മിത്താണ്. ഓക്കെ, വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഹെയർ ഗ്രോത്ത് കുറയും എന്നും കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഹെയർ ഗ്രോത്ത് കുറയാൻ ചാൻസ് ഒന്നുമില്ല. വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറയാൻ ചാൻസ് ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഈ ഹെയർ ലോസ് കുറയുന്നത്. അത് ലേസർ ട്രീറ്റ്മെൻറ്റ് പെർമനൻ്റ് ആണോ, അതോ നമ്മൾ എത്ര സിറ്റിംഗ് എടുക്കേണ്ടി വരും? ലേസർ ട്രീറ്റ്മെൻറ്റ്സ് പെർമനൻ്റ് ആണ്. ചിലർക്ക് ഒരു 6 സിറ്റിങ്സ് വരെ എടുക്കേണ്ടി വരും. അപ് ടു 12 സിറ്റിങ്സ് ഒക്കെ എടുക്കുമ്പോഴാണ് അത് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫൈനലായിട്ട് ടോട്ടലി ഓൾ ടുഗെദർ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്?
മെയിൻലി എനിക്ക് കൊടുക്കാനുള്ളത് നമ്മളെ സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻറ്റേർണൽ ഹെൽത്താണ്. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ ഡയറ്റ്, എക്സസൈസസ്, അതുപോലെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതാണ് ഏറ്റവും ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്യുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എപ്പോഴും. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഈ സ്കിൻ വൈറ്റനിങ്ങിൻ്റെയും സ്കിൻ ലൈറ്റനിങ്ങിൻ്റെയും പിന്നാലെ പോകാൻ. പിന്നെ മെയിനായിട്ട് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. ഏറ്റവും വലിയ മെഡിസിനാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്, ബോഡി ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളത്.